നിലമ്പൂര് നല്ല വിജയപ്രതീക്ഷ, തിളക്കമാർന്ന വിജയം, കംഫർട്ടബിൾ മെജോറിറ്റി, നല്ല രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു. എല്ലാ ഘടകങ്ങളും വളരെ അനുകൂലമായിരുന്നു. UDFന്റെ നേതൃത്വവും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങി. നല്ല മുന്നൊരുക്കങ്ങൾ തെരഞ്ഞെടുപ്പിൽ നടത്തി. എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. അത് പോണിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ശശി തരൂർ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ ഈ പരിപാടിക്കൊന്നും ക്ഷണിച്ചിരുന്നില്ല, ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം പോയി പ്രവർത്തിച്ചു, തന്നെ ഒറ്റപ്പെടുത്തി എന്നൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം. അല്ല, ഞങ്ങള് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അതിന്റെ ലിസ്റ്റ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്, AICCക്ക് കൊടുത്തതാണ്, അത് ഒഫീഷ്യൽസിന് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തതാണ്. അതിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു. പിന്നെ നമുക്കെല്ലാം അറിയാം, ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്നു അധികം നാളുകളിലും. അതേപോലെ തന്നെ ഡൽഹിയിലായിരുന്നു. കേരളത്തിൽ വന്നോന്ന് തന്നെ എനിക്കറിയില്ല. എല്ലാവരും അങ്ങോട്ട് വന്ന് ഇലക്ഷന് സഹകരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചൊന്നും അതിൽ പറയാനില്ല. നമ്മള് അത് എല്ലാവരും വരികയത്, കൊടിക്കുന്നിൽ സുരേഷും AK ഒഴിച്ചുള്ള എല്ലാ നേതാക്കന്മാരും വരികയാണ്. രമേശ് നേതാക്കളായാലും ക്ഷണിക്കാതെ അങ്ങോട്ടേക്ക് പോയി തെരഞ്ഞെടുപ്പ് പ്രത്യേക ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പ്രവർത്തക സമിതി അംഗം പോലുള്ള ഒരാള് മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു ഹി വാസ് അതർവൈസ് ബിസി ഐ തിങ്ക് അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട മറ്റു ഉത്തരവാദിത്തങ്ങളുമായിട്ട് അദ്ദേഹം വിദേശത്തായിരുന്നു. ഈ ഇന്നലെ തന്നെ ഈ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുന്നേ ചില CPM നേതാക്കളുടെ ഹാൻഡിലുകളിൽ വന്നായിരുന്നു ഈ പ്രകാശിന്റെ കുടുംബം വിട്ടുനിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനെല്ലാം എണ്ണിച്ചുകൊണ്ട് അവർ വരികയും ചെയ്തു. ആ ഒരു സമയത്ത് പോലും അതിന് വലിയ രീതിയിൽ കോൺഗ്രസിന്റെ MLA-മാരൊക്കെ വലിയ വിമർശനം ഉയർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇല്ല, ആരും വിമർശനം ഉയർത്തിയില്ല. അവർ നന്നായിട്ട് തന്നെയാണല്ലേ ആദ്യമേ പ്രതികരിച്ചില്ലേ. ആദ്യമേ തന്നെ സ്മിത എന്താ പറഞ്ഞത്, ഞങ്ങൾ പ്രകാശ് ചേട്ടന്റെ പാർട്ടിയാണ്, ഞങ്ങൾ കോൺഗ്രസ് ആണെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് ചില ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി അതിൽ ചില പ്രതീക്ഷ വെച്ചു പുലർത്തി. അവസാനം അവർ വന്ന് വോട്ട് ചെയ്തു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു, ഞാൻ കണ്ടില്ല. KK ലതിക അതിനു മുമ്പും. ശരി, ഐ ഡോണ്ട് കമന്റ്.